Welcome to Plant Sapiens. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊക്കാരിയോട്ടിക് ജീനോം ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര കുറച്ചേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ യുക്കാരിയോട്ടിക് ജീനോം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഹ്യൂമൻ ജീനോം അല്ലെങ്കിൽ യുക്കാരിയോട്സിൽ വരുന്ന ജീനോം ഒക്കെ. അതിന്റെ ഓർഗനൈസേഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ HSST അല്ലെങ്കിൽ MSc ബോർഡിന് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. യൂക്കാരിയോട്ടിക് ജീനോം ഓർഗനൈസേഷനിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു 6 സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ യൂഷ്വൽ ആയിട്ടുള്ള നമ്മൾക്ക് അറിയുന്ന DNA ഡബിൾ helix structure ആണ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. Then second one nucleosome ആണ് 10 nanometer fiber. Then 30 nanometer chromatin fiber. 300 nanometer chromatin loop ആണ് ഇന്റർഫേസിലുള്ള ക്രോമസോം. 700 nanometer chromatids മെറ്റാഫേസിലുള്ള ക്രോമസോം. അതിൽ തന്നെ വരുന്ന 1400 nanometer മെറ്റാഫേസ് ക്രോമസോം ആണ്. ഈ 6 സ്റ്റേജ് എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻ കമ്പാരിസൺ വിത്ത് പ്രോകാരിയോട്ട് യൂക്കാരിയോട്ടിക് ജിനോമിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയണം. ഫസ്റ്റ് തന്നെ യൂക്കാരിയോട്ടിക് ജിനോം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് അല്ലേ. എന്താണ് ഒരു ജീനോം എന്ന് ചോദിച്ചാൽ ഒരു ഓർഗാനിസത്തിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA ആണ്. അതിൽ ന്യൂക്ലിയർ DNAയും മൈറ്റോകോൺഡ്രിയൽ DNAയും ഉൾപ്പെടുന്നതായിരിക്കും. ഈ ഒരു ജീനോം ആയിരിക്കും ആ ഒരു ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഹ്യൂമന്റെ കേസിൽ ഒരു ഹാപ്ലോയിഡ് സെൽ, ഹാപ്ലോയിഡ് ആണ്. ആ ഒരു ഹാപ്ലോയിഡ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 23 ന്യൂക്ലിയർ ക്രോമസോം ഉണ്ടായിരിക്കും, ഒരു മൈറ്റോകോൺഡ്രിയൽ ക്രോമസോമും ഉണ്ടായിരിക്കും. അതിലാകെ 3.2 ബില്യൺ DNA ബേസസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു യൂക്കാരിയോട്ടിക് ജീനോമിൽ നമ്മളുടെ ജീനോം എന്ന് പറയുന്നത് വാട്സൺ ആൻഡ് ക്രിക്കിന്റെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറും മോഡൽ പ്രകാരമുള്ള DNA ആയിട്ട് ലീനിയർ DNA ആണുള്ളത്. ഓക്കെ, യൂക്കാരിയോട്ടിക് ജീനോമിന്റെ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ബേസിക് ലെവൽ സ്ട്രക്ചർ ആണ് ഉണ്ടായിരിക്കുക. ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു DNAയും ആ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻ കോംപ്ലക്സിനെ റാപ്പ് ചെയ്ത കുറെ DNA ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചർ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ജീനോമില് 2 റീജിയൻസ് ഉണ്ട്, എക്സോണും ഉണ്ട്, ഇൻട്രോൺസും ഉണ്ട്. എക്സോൺ എന്ന് പറയുന്നത് കോഡിംഗ് ആയിട്ടുള്ള എക്സ്പ്രസ്ഡ് റീജിയൻ ആണ്. ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായതിനു ശേഷം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. പാക്കേജിങ്ങിലോട്ട് പോകാം. യൂക്കാരിയോട്ടിക് ജീനോം ഓർഗനൈസേഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ക്രോമാറ്റിൻ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമ്മുടെ ക്രോമസോം ഉണ്ടായിരിക്കും. ക്രോമസോമിൽ ക്രോമാറ്റിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ ക്രോമാറ്റിൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസോംസ് കൂടി ചേർന്നിട്ടുള്ളതാണ്. ഈ ന്യൂക്ലിയോസോംസിൽ ഡബിൾ ഹെലിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ക്രോമാറ്റിൻ എന്ന് അറിഞ്ഞിരിക്കണം. Chromatin is the complex basis of DNA and protein that makes of chromosome consist of linear unbroken double-stranded DNA. അതായത് നമ്മൾ ഈ ഒരു DNA പാക്കേജിംഗ് ഒക്കെ നടത്തി ക്രോമസോമിന് മുന്നേയുള്ള ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ക്രോമാറ്റിനെ പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്രോമാറ്റിൻ എന്ന് പറയുന്നത് പാക്കേജിങ്ങിന് ശേഷം 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് യു ക്രോമാറ്റിനും സെക്കൻഡ് വൺ ഹെട്രോ ക്രോമാറ്റിനും ആണ്. ഈ ഒരു യു ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ജനറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. അതായത് നമ്മളുടെ ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഈ ഒരു ന്യൂക്ലിയസ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയസിൽ ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള ക്രോമാറ്റിൻ കാണുന്ന റീജിയനും ഉണ്ടായിരിക്കും, ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റീജിയൻസും ഉണ്ടായിരിക്കും. അങ്ങനെ ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റീജിയൻ ആണ് യു ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ക്രോമസോംസ് ലൂസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് അവ ഫങ്ഷണൽ ജീൻസ് കാണുന്ന, എക്സ്പ്രസീവ് ജീൻസ് കാണുന്ന ആൾക്കാരായിരിക്കും യു ക്രോമാറ്റിൻ. നേരെ മറിച്ച് ഹെട്രോ ക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ജീൻസ് എക്സ്പ്രസീവ് അല്ല, അവിടെ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ഓക്കെ, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ആ 2 റീജിയൻ ഈ ഒരു ജീനോം ഓർഗനൈസേഷന് ശേഷം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. Then
ഈ ഒരു ജിനോം ഓർഗനൈസേഷൻ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ദിസ് ആർ ദ ചീഫ് പ്രോട്ടീൻ കമ്പോണന്റ് ഓഫ് ക്രൊമാറ്റിൻ. ദി ആക്ട് ആസ് എ സ്പൂൾ അറൗണ്ട് വിച്ച് DNA ബൈൻഡ്സ്. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഹിസ്റ്റോൺ, എത്ര ടൈപ്പ് ഹിസ്റ്റോൺ ഉണ്ട്, അതിന്റെ റോൾ എന്താണെന്നൊക്കെ. ഹിസ്റ്റോൺ എന്ന് പറയുമ്പോൾ മെയിൻലി യൂക്കാരിയോട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോൺ എന്ന് പറയുന്നത് H1, H2A, H2B, H3 ആൻഡ് H4 ഇങ്ങനെ 5 മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോൺ ആണ് ഉള്ളത്. ഈ ഒരു ബേസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ്. നമ്മളുടെ DNA എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. സോ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ ഒരു ന്യൂക്ലിയോസോം ഹിസ്റ്റോണിന്റെ മുകളില് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള DNA ബൈൻഡ് ചെയ്യാണ്, ഓപ്പോസിറ്റ് അട്രാക്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും നോക്കാം. അതിൽ ഒന്നാമത്തെ വരുന്ന സോ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ആണ്. ഇതിന്റെ വേറൊരു പേരാണ് ബീഡ്സ് ഓർ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു DNA പാക്കേജിംഗിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ന്യൂക്ലിയോസോം. ഇതിൽ നമുക്ക് പഠിക്കേണ്ട 2 ടേംസ് ആണ് ഹിസ്റ്റോൺ ഒക്ടാമറും ലിങ്കർ DNA എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് മെയിൻലി ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ 4 ഹിസ്റ്റോൺ H2A, H2B, H3, H4 ഈ 4 എണ്ണം 2 വീതം 2 ഓഫ് ഈച്ച്. ഇവിടെ 2 H2A, 2 H2B, 2 H4, ഇപ്പത്തെ 2 H3 ഇങ്ങനെ 2 എണ്ണം വെച്ച് 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് റാപ്പ് ചെയ്ത ഒരു സ്ട്രക്ചർ, അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിലുള്ള ബീഡ് എന്ന് പറയുന്നത്. ഈ ബീഡ്സിന്റെ മുകളിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ബീഡ്സ്, ഈ ഒരു ഒക്ടാമർ, ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് അതിന് പേര് പറയുക. ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ അപ്രോക്സിമേറ്റ്ലി 147 ബേസ് പെയർ, അബൌട്ട് 150 ബേസ് പെയർ ഉള്ള ഒരു DNA റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ H1 എന്ന് പറയുന്ന പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബാക്കി 4 എണ്ണം 2 എണ്ണം വീതം ഹിസ്റ്റോൺ ഒക്ടാമറിൽ ആകെ 8 പ്രോട്ടീൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റൻഡ് സിലിണ്ടറിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അവയിൽ 11 നാനോമീറ്റർ ആണ് ഉണ്ടായിരിക്കുക. തിക്നെസ് എന്ന് പറയുന്നത് 5.7 നാനോമീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ DNA റാപ്പ് ചെയ്ത ആ ഒരു സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. എന്താണ് ലിങ്കർ DNA? അപ്പൊ നമ്മൾ ഈ ഒരു റാപ്പ് അറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു DNAയുടെ ബാക്കി കുറച്ച് പോർഷൻ, ഒരു ടെയിൽ പോർഷൻ കുറച്ച് പുറത്തേക്ക് ഉണ്ടായിരിക്കും. ആ ഒരു ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് H1 പ്രോട്ടീനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ഒരു സിംഗിൾ സെറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ന്യൂക്ലിയോസോംസ് അടുത്ത ന്യൂക്ലിയോസോമുമായിട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ അല്ലെ, ടു ഈച്ച് അതർ ബൈ മീൻസ് ഓഫ് എ തിൻ നേക്കഡ് DNA. ഇപ്പൊ ഇവിടെ ഒരു, ഞാൻ അടുത്ത സ്റ്റേജ് പറയുമ്പോൾ മനസ്സിലാകും, ഇവിടെ ഒരു ന്യൂക്ലിയോസോം, തൊട്ടടുത്ത് ഇവരൊരു ന്യൂക്ലിയോസോം ഉണ്ടാകുമ്പോൾ ഈ 2 ന്യൂക്ലിയോസോമും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു DNA, നേക്കഡ് ആയിട്ടുള്ള DNA വേണം. ആ DNA കണക്ട് ചെയ്തിരിക്കുന്നത് H1 പ്രോട്ടീനിലായിരിക്കും. ആ ഒരു DNAനെയാണ് ലിങ്കർ DNA എന്ന് പറയുന്നത്. ഏകദേശം 50 ബേസ് പെയർ ആണ് ഉണ്ടായിരിക്കുക. സോ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ക്രൊമാറ്റിൻ ഫൈബർ. ഈ ഒരു ക്രൊമാറ്റിൻ ഫൈബർ എന്ന് പറയുമ്പോൾ ഇതൊരു 30 നാനോമീറ്റർ ഫൈബർ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് 10 നാനോമീറ്റർ ആണ്. അതിൽ എന്താണ് ലിങ്കർ DNA എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ന്യൂക്ലിയോസോമും ലിങ്കർ DNAയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആണ് ആക്ച്വലി ക്രൊമാറ്റിൻ ഫൈബർ. ഈ ഒരു പിക്ചറിൽ ഇതാണ് ന്യൂക്ലിയോസോം അല്ലേ, 8 ഒക്ടാമറും ഒരു DNA വാപ്പ് ചെയ്ത ഈ ഒരു സ്ട്രക്ചർ ന്യൂക്ലിയസ്, തൊട്ടടുത്ത ന്യൂക്ലിയസ്. ഈ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നേക്കഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ഇതാണ് ലിങ്കർ DNA. ഈ ലിങ്കർ DNAയും ന്യൂക്ലിയോസോമും കൂടി ചേർന്ന ഈ ഒരു സ്ട്രക്ചർ ആണ് 30 നാനോമീറ്റർ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, ബീഡ്സ് ഓൺ എ സ്ട്രിങ് വിത്ത് ലിങ്കർ ഹിസ്റ്റോൺ H1. ലിങ്കർ ഹിസ്റ്റോണും H1 പ്രോട്ടീനും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ആണ് ക്രൊമാറ്റിൻ ഫൈബർ. ആക്ച്വലി ഒരു ക്രൊമാറ്റിൻ ഫൈബറിന്റെ അറേഞ്ച്മെന്റ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ചിലത് സോളിനോയിഡ് മോഡലാണ്, ചിലത് സിഗ്സാഗ് അല്ലെങ്കിൽ 2 സ്റ്റാർട്ട് ഹെലിക്സ് മോഡൽ. ഈ ഒരു സോളിനോയിഡ് മോഡൽ എന്ന് പറയുമ്പം 1 സ്റ്റാർട്ട് ഹെലിക്സ് വേർ ന്യൂക്ലിയോസോം സ്റ്റാക്ക് സീക്വൻഷ്യലി ഇൻ എ സ്പൈറൽ പാറ്റേൺ. ന്യൂക്ലിയോസോംസ് ഒരു സ്പൈറൽ പാറ്റേണിലാണ് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ടേണിൽ 6 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതാണ് സോളിനോയിഡ് മോഡൽ. ഇനി സിഗ്സാഗ് എന്ന് പറയുമ്പം
ടു സ്റ്റാർട്ട് ഹെലിക്സ്. ഇവിടെ ഒരു വൺ സ്റ്റാർട്ട് ഹെലിക്സ് തുടങ്ങുന്നിടത്ത് ഒരു ഹെലിക്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ രണ്ട് ഹെലിക്സ് ഉണ്ടായിരിക്കും. ലിങ്കർ DNA എന്ന് പറയുന്നത് സിഗ്സാഗ് മോഡലിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, രണ്ട് ന്യൂക്ലിയോസോംസിന്റെ ഇടയിലായിരിക്കും. ഓക്കെ, ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അറേഞ്ച്മെന്റ് ആയിരിക്കും. ജസ്റ്റ് ഒരു ടേംസ് മാത്രം ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ക്രൊമാറ്റിൻ ഫൈബർ ആണ് 30 നാനോമീറ്റർ ഫൈബർ. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 300 നാനോമീറ്റർ ക്രൊമാറ്റിൻ ലൂപ്പ് ആണ്. അതായത് ഇന്റർഫേസ് ക്രോമസോംസ് ആണ്. ഇന്റർഫേസിൽ വരുമ്പോൾ ഉള്ള ക്രോമസോമിന്റെ ആ ഒരു സ്റ്റേജ് 300 നാനോമീറ്റർ ആണ്. നമ്മൾ ഈ ഒരു 30 നാനോമീറ്റർ കഴിഞ്ഞതിന് ശേഷം അത് ഫെർദർ ഒരു ലാർജ് കോമ്പാക്റ്റഡ് ആയിട്ടുള്ള കുറേ ലൂപ്സ് ഫോം ചെയ്യാണ്. പിന്നെയും ഫോൾഡ് ചെയ്ത് ഫെർദർ ഫോൾഡ് ചെയ്ത് ഒരു ലൂപ്പ് അറേഞ്ച് ചെയ്താണ്. ഈ ലൂപ്സ് ആർ ആങ്കേർഡ് ടു എ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ സ്കഫോൾഡ്. ഇപ്പോൾ കുറേ ലൂപ്പ് ഉണ്ടായി. ആ ലൂപ്പ് ആങ്കർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു നോൺ ഹിസ്റ്റോൺ ആയിട്ടുള്ള, ബാക്കിയൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഒരു നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രോട്ടീനെ നമ്മൾ സ്കഫോൾഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്കഫോൾഡ് എന്നാണ് പറയുന്നത്. അവിടെ അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇന്റർഫേസിന്റെ സമയത്ത് ഉണ്ടാകുന്നത് 300 നാനോമീറ്റർ ക്രൊമാറ്റിൻ ലൂപ്സ് ആണ്. ആ ഒരു 300 നാനോമീറ്റർ ക്രൊമാറ്റിൻ ലൂപ്സ് ഇന്റർഫേസിന്റെ സമയത്ത് സെൽസ് ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഈ ഒരു ലൂപ്പ് കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും. എവിടെ? യൂക്രോമാറ്റിൻ ആയിട്ടുള്ള ആക്റ്റിൻ റീജിയനിൽ. സോ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ അവ സഹായിക്കുന്നുണ്ട്. ഈ ഇനാക്റ്റീവ് റീജിയൻസിലാണെങ്കിൽ ലൂപ്പ് കൂടുതൽ കണ്ടൻസ്ഡ് ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, ഇതാണ് 300 നാനോമീറ്റർ ഇന്റർഫേസ് ആണെന്ന് നോക്കുക. ദെൻ ലാസ്റ്റ് വൺ ആണ് മെറ്റാഫേസ് ക്രോമസോം, അതായത് 700 നാനോമീറ്റർ. ഇവ മെറ്റാഫേസിലുള്ള ക്രൊമാറ്റിഡ്സ് ആണ് 700 നാനോമീറ്റർ. 1400 എന്ന് പറയുമ്പോൾ മെറ്റാഫേസ് ക്രോമസോംസ് ആയി. അവിടെ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്. ഒരു ക്രൊമാറ്റിഡ്സ് മാത്രമാണെങ്കിൽ അതാണ് മെറ്റാഫേസ് ക്രോമസോം അല്ലെങ്കിൽ 700 നാനോമീറ്റർ. അത് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. ഇവ മെറ്റാഫേസിലാണ്. മെറ്റോസിസിന്റെ മിയോസിസിന്റെ മെറ്റാഫേസ് എത്തുമ്പോഴാണ് ഈ ഒരു കണ്ടൻസേഷൻ ഉണ്ടാകുന്നത്. ജനറ്റിക് മെറ്റീരിയൽസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള അവയുടെ സെഗ്രിഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു മെറ്റാഫേസിൽ ഈ ലൂപ്സ് സൂപ്പർ കോയിൽ ചെയ്തിട്ട് തിക്കർ ഒരു റോഡ് ഷേപ്പ് ആയിട്ടുള്ള ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും. 300 നാനോമീറ്റർ ഉള്ള ഈ ഒരു ലൂപ്പ് സൂപ്പർ കോയിൽ ചെയ്തിട്ട് റോഡ് ഷേപ്പുള്ള ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും. അപ്പോഴത് 700 നാനോമീറ്റർ ആകും. എന്നല്ല, NM ആണ്. അത് പിന്നെയും ഫെർദർ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ക്രൊമാറ്റിഡ്സ് കൂടി ചേർന്ന് ഒരു സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് കൂടി ചേരുമ്പോൾ മെറ്റാഫേസ് ക്രോമസോം ആയിട്ട് മാറും. അതാണ് 1400 നാനോമീറ്റർ മെറ്റാഫേസ് ക്രോമസോം എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ജീനോം ഓർഗനൈസേഷന്റെ സ്റ്റേജസ്. അത്രയേ ഉള്ളൂ. താങ്ക് യു.